കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില BJP നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നു. BJPയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പലരും ഈ ഒരു വികാരത്തോടൊപ്പം നിൽക്കുന്നു. ഇങ്ങനെ മുടക്കുന്നത് ശരിയാണോ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ BJPക്ക് അകത്ത് ഉൾപ്പെടെ ഉയർന്നു വരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വാർത്ത വന്നിട്ടുള്ളത്. കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും BJPയുടെ ഏജൻറ്റുമാരായി പലരും പ്രവർത്തിക്കുന്നുണ്ട്. BJPക്ക് വേണ്ടി ദാസവേല ചെയ്യുന്ന പലരും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ വികാരം വരുമോ എന്നുള്ള ഭയത്താൽ വളരെ ബോധപൂർവം ഇത്തരം BJP ഏജൻറ്റുമാർ സൃഷ്ടിച്ച വാർത്തയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഭ്യമാകേണ്ട സഹായത്തെ തടയാനുള്ള ഒരു നീക്കമായി ഇത് മാറുന്നുവെന്ന് സമൂഹത്തിൽ ചർച്ച വരുന്നുണ്ട്. അവർക്ക് നേരെയുള്ള ഒരു അക്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള അസംബന്ധ അസത്യ വാർത്തകൾ. നിങ്ങൾ ഈ സിനിമയിലും മറ്റും കാണാറില്ലേ, പലപ്പോഴും നേരിട്ട് നടക്കുന്നതാണ്. ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി മിഷ്യൻ കണ്ണും തോക്കുമായിട്ട് വരുന്നവർ ബാങ്കിൽ നിൽക്കുന്ന ഒന്നും അറിയാത്ത നിരപരാധികളെയും വെടിവെച്ച് വീഴ്ത്താറുണ്ട്. അതിന് സമാനമായ മാനസികാവസ്ഥയാണ് ഇത്തരം വാർത്ത കൊടുത്ത ചില മാധ്യമ പ്രവർത്തകർക്കുള്ളത്. ഇടതുപക്ഷ സർക്കാരിനോടുള്ള അന്ധമായ വിരോധം വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവരെ പോലും നശിപ്പിച്ചുകൊണ്ട് വാർത്തയാക്കി മാറ്റാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ബാങ്ക് കൊള്ളയടിക്കുന്നവരുടെ മാനസികാവസ്ഥ പോലെയായി ചില മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുകയാണ്. BJP ഏജൻറ്റുമാരായി പ്രവർത്തിക്കുകയാണ് അവർ. ഇതാണ് പൊതുവേ ആളുകൾക്കിടയിൽ ഉയർന്നു വരുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല. 2016 മുതൽ 2021 വരെയുള്ള സർക്കാരിനെയും ഇതുപോലെ അസത്യ പ്രചരണങ്ങളാൽ ആക്രമിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. 2021 വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഇതുപോലുള്ള അക്രമം ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ തുടർഭരണം എന്നൊരു സർക്കാരിനെതിരെ നടത്തി വരികയാണ്. അതിൽ നിരാശപ്പെടുന്നവരല്ല ഞങ്ങൾ. നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരും. അയ്യോ ഇതാകെ തകർന്നുപോയി എന്ന് നിലവിളിച്ച് കരയുന്നവരല്ല. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ജനങ്ങൾക്ക് കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യമാണ്. ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും ജനങ്ങളോട് പറയും. അതിന് വലിയ സഹായമാണ് BJP സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിലൂടെ വന്നിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ തന്നെ ഇത്തരം വാർത്തയുടെ ഗുണഭോക്താവ് ആര് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ BJPയിലെ ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ അള്ളുവെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം.